രവി ഗ്രാമത്തിലെ സാധാരണ യുവാവായിരുന്നു. വിദ്യാഭ്യാസം തികഞ്ഞില്ല, ജോലി പിടിക്കാനും കഴിയില്ല. പലവട്ടം ശ്രമിച്ചെങ്കിലും ഒന്നും നീണ്ടുനിന്നില്ല. അതിനിടയിലാണ് മദ്യത്തെ പരിചയപ്പെടുന്നത്. ആദ്യം സുഹൃത്തുക്കളോടൊപ്പം വ്യാഴാഴ്ചകളിൽ തുടങ്ങിയ മദ്യപാനം പിന്നീട് ദിവസേനയായി മാറി. അച്ഛൻ ഗോപാലൻ ഒരു പള്ളിക്കടയുടെ തൊഴിലാളി. വയ്യായ്മയും കഷ്ടപ്പാടും കൊണ്ട് മകനെ വളർത്തി. അമ്മ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചതിനാൽ അച്ഛൻ മാത്രമായിരുന്നു ഉറ്റതായ ബന്ധം. അദ്ദേഹം മകനെ മനസ്സോടെ തളർത്തിയില്ല, എല്ലായ്പ്പോഴും സഹിച്ചു, പറയാൻ ശ്രമിച്ചു, വഴിയേറാൻ പ്രേരിപ്പിച്ചു. പക്ഷേ രവിക്ക് അച്ഛന്റെ വാക്കുകൾ വെറുപ്പായി തോന്നുകയായിരുന്നു. നിനക്ക് ഇത്രയും വയസ്സായിട്ടും ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഞാനിപ്പോൾ നിന്നെ പൊറുക്കുന്നതിന് അതിക്രമം പോരാ. അച്ഛന്റെ വാക്കുകൾ. ഒരു രാത്രിയിലായിരുന്നു സംഭവം. രവി പതിവുപോലെ കഞ്ഞിയടിച്ച് വീട്ടിൽ എത്തി. ഗോപാലൻ അവനെ വീട്ടിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. തുറമുഖത്തിൽ നിന്ന് വരവേ കേട്ട ശബ്ദം അഗ്നിപർവ്വതമായി മുറിച്ചു. വാക്കുവാൾ ആയതുപോലെ കയ്യേറ്റമുണ്ടായി. രവിയുടെ കൈവശം ഉണ്ടായിരുന്ന മദ്യകുപ്പി അച്ഛന്റെ തലയിലേക്ക് പൊട്ടിവീണു. രക്തം വീണ നിലത്തു അച്ഛൻ കിടന്നു. രവിക്ക് കുടുക്കാർന്ന മനസാക്ഷിയെത്തി. പക്ഷേ വൈകിയിരുന്നു. അയാൾ ഓടിപ്പോയി, മറന്ന പോലെ. പുലർച്ചെ അയാളെ പോലീസ് പിടിച്ചു. പക്ഷേ ഗ്രാമം വെറുപ്പോടെ നോക്കി. അച്ഛനെ കുത്തിയവൻ എന്നായിരുന്നു അവന്റെ പേര്.